ലോകത്ത് പല സ്ഥലങ്ങളിലായി പല കാര്യങ്ങൾക്കായിട്ട് ഒത്തിരി പ്രകടനങ്ങളും ജാഥകളും പ്രതിഷേധങ്ങളും ഒക്കെ നടക്കാറുണ്ട്. തെറ്റായിട്ടുള്ള ചില തീരുമാനങ്ങൾക്ക് എതിരായിട്ട്, സമാധാനത്തിന് വേണ്ടിയിട്ട്, നീതിക്ക് വേണ്ടിയിട്ട്, ഇപ്പോഴാകട്ടെ ഭൂമിയെ രക്ഷിക്കുവാനായിട്ട്, പ്രകൃതിയെ രക്ഷിക്കുവാനായിട്ട്, കാലാവസ്ഥാ വ്യതിയാനങ്ങളുടെ പ്രശ്നങ്ങൾ മറ്റുള്ളവരെ ശക്തമായിട്ട് ഓർമ്മിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഉള്ള പ്രകടനങ്ങൾ, പ്രതിഷേധങ്ങൾ, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മനുഷ്യർ പ്രകടനങ്ങളും പ്രതിഷേധങ്ങളും റാലികളുമൊക്കെ നടത്താറുണ്ട്. സഭയിൽ ഇപ്രകാരമുള്ള പ്രകടനങ്ങളുണ്ട് ഉണ്ടെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. നമ്മുടെ പ്രദക്ഷിണങ്ങൾ, അത് ഒരു വിധത്തിൽ പറഞ്ഞാൽ ഇപ്രകാരമുള്ള പ്രകടനങ്ങൾ, നേരത്തെ പറഞ്ഞ പ്രതിഷേധങ്ങളുടെ രീതിയല്ല ഇവയ്ക്കുള്ളത് എന്ന് മാത്രം. കുർബാനയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ വിശ്വാസികൾ വാഴ്ത്തിയ അപ്പവുമായിട്ട്, മോൺസ്ട്രാൻസുമായിട്ട്, അരളിക്കയുമായിട്ട് നഗരങ്ങളും ഗ്രാമങ്ങളും വഴികളുമൊക്കെ ചുറ്റി പ്രദക്ഷിണം നടത്താറുണ്ട്. ഈ അരളിക്ക അല്ലെങ്കിൽ മോൺസ്ട്രാൻസ്, അത് വരുന്നത് മോൺസ്ട്രാരെ എന്നുള്ള ലാറ്റിൻ പദത്തിൽ നിന്നാണ്. അതിൻ്റെ അർത്ഥം കാണിക്കുക എന്നുള്ളതാണ്, പ്രദർശിപ്പിക്കുക എന്നുള്ളതാണ്. അങ്ങനെ പറയുമ്പോൾ നമ്മുടെ പ്രദക്ഷിണങ്ങൾ ഇപ്രകാരമുള്ള ചില പ്രദർശനങ്ങൾ, നമ്മൾ എന്തിൽ വിശ്വസിക്കുന്നു എന്ന് വിളിച്ചു പറയുന്നത്, എങ്ങനെ വിശ്വസിക്കുന്നു എന്ന് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്ന ഒരു രീതി. ആ പ്രദർശനങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നു, ഗാനങ്ങൾ ആലപിക്കുന്നു, ശാന്തമായിട്ട് നമ്മൾ അവ ചെയ്യുകയാണ്. പുറമേ ശാന്തമായിട്ടുള്ള രീതിയിലാണ് നമ്മളുടെ പ്രദർശനങ്ങൾ. പക്ഷേ ഈ ശാന്തതയ്ക്ക് പിറകിൽ ശക്തമായിട്ട് ചില കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. നമ്മൾ ദൈവത്തിൻ്റെ സാക്ഷികളാണ് എന്നുള്ളൊരു കാര്യം. സമാധാനത്തിന് വേണ്ടി, സ്നേഹത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടി, അതുപോലെയുള്ള നന്മകൾക്ക് വേണ്ടി നമ്മൾ ശക്തമായിട്ട് നിലകൊള്ളുന്നു എന്ന് മറ്റുള്ളവരോട് പറയുകയാണ് ഇതുവഴി. ജീവൻ അത് പ്രധാനപ്പെട്ടതാണ്, പ്രകൃതിക്കും ജീവജാലങ്ങൾക്കും. അതുപോലെ തന്നെ മനുഷ്യൻ്റെ ജീവനും വിലപ്പെട്ടതാണ്. അത് അമ്മയുടെ ഉദരത്തിൽ മുതൽ സിമിത്തേരിയിലെ കല്ലറ വരെയും അതിനപ്പുറവും നമുക്ക് പ്രധാനപ്പെട്ടതാണ്. പ്രകൃതിയും പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയും നമുക്ക് പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ മനുഷ്യർ തമ്മിലുള്ള, രാഷ്ട്രങ്ങൾ തമ്മിലുള്ള, സംസ്കാരങ്ങൾ തമ്മിലുള്ള കൂട്ടായ്മയുടെ, സ്നേഹത്തിൻ്റെ ഒരു അന്തരീക്ഷവും നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇങ്ങനെ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളെ നമ്മുടെ രീതിയിൽ, വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ശക്തമായിട്ട് പ്രഘോഷിക്കുക. അതിന് നമുക്ക് നമ്മുടെ മുമ്പേ പോകുന്നത് ക്രിസ്തു തന്നെയാണ്. മനുഷ്യനോടുള്ള സ്നേഹത്തെ പ്രതി തൻ്റെ ജീവൻ ബലിയായിട്ട്, സ്നേഹത്തിൻ്റെ ബലിയായിട്ട് നൽകിയ ക്രിസ്തുവിൻ്റെ മാതൃകയാണ് നമ്മൾ പിൻചൊല്ലുന്നത്. അതുകൊണ്ട് തന്നെ കുർബാനകളിൽ നമ്മൾ സ്വീകരിക്കുന്ന ദിവ്യകാരുണ്യം നമുക്ക് പ്രധാനപ്പെട്ടതാണ്. കാരണം ക്രിസ്തു നമ്മുടെ ഉള്ളിലേക്ക് വന്ന് നമുക്ക് ശക്തി നൽകുന്നു. എൻ്റെ കൂടെ എന്നോടൊപ്പം ജീവിക്കുന്ന, എൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അവയൊക്കെ അതിജീവിക്കുവാനായിട്ട് എനിക്ക് ശക്തി തരുന്ന എൻ്റെ കരുത്താണ് എൻ്റെ ദൈവം. സ്നേഹമുള്ളവരെ, ഈ വിശ്വാസമാണ് നമ്മൾ ഇന്ന് പ്രഖ്യാപിക്കുന്നത്. നമ്മുടെ ബലിയർപ്പണത്തിലൂടെ, നമ്മുടെ പ്രദക്ഷിണങ്ങളിലൂടെ, എന്നാൽ അതിലുപരിയായിട്ട് നമ്മുടെ ജീവിതങ്ങളിലൂടെ നമ്മൾ അതിനാണ് സാക്ഷി നൽകുന്നത്. ഇങ്ങനെ ഒരു അരളിക്ക പോലെ, മോൺസ്ട്രാൻസ് പോലെ നമ്മുടെ ജീവിതങ്ങൾ ദൈവത്തെ പകർന്നു കൊടുക്കുന്ന ശക്തമായിട്ടുള്ള സാക്ഷ്യങ്ങളായിട്ട് മാറുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ദൈവത്തെ കാണിച്ചു കൊടുക്കുവാനായിട്ട് നമ്മുടെ ജീവിതങ്ങൾക്ക് ഇടയാകട്ടെ. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.